ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് പറയാൻ വന്നിട്ടുണ്ടല്ലോ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. പുതിനയില വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന പുതിനയിലയുടെ തണ്ട് കിളിപ്പിച്ച് അത് പിടിച്ച് കിട്ടിയെന്ന് പറഞ്ഞു. ഞാനിന്നത് മൊത്തത്തിൽ വെട്ടിയെടുത്തു. അപ്പോൾ കണ്ടോ, ഇത്രയും ഇലയുണ്ട്. കണ്ടോ, നല്ല വൃത്തിയായിട്ട് നല്ലപോലെ പിടിച്ച് കിട്ടി. അപ്പം ഈ പുതിനയില വെച്ചിട്ട് നല്ലൊരു ചട്നി ഉണ്ടാക്കാൻ പോവാം. അല്ല, നമ്മളിപ്പോൾ ഒരു പിടി പുതിനയില നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇത്രയും വൃത്തിയൊന്നും കാണത്തില്ല. ഇലയെല്ലാം ചതഞ്ഞതും കറുത്തൊക്കെ ഇരിക്കും, പിന്നെ വാടി മഞ്ഞച്ചക്കയെല്ലാം ഇരിക്കില്ലേ. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു 30 രൂപയുടെ ഉണ്ട് ഇത്. അപ്പം ഇത്രയും പുതിനയില ഞാൻ ഇന്ന് വെട്ടിയെടുത്തതാണ്. ഇത് ഞാൻ ഒത്തിരി നാളത്തെ ശ്രമത്തിന് ശേഷം പിടിച്ച് കിട്ടിയതാന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. എന്ത് ഫ്രഷ് ഇലയല്ലേ. അപ്പോൾ ഞാനിത് വെച്ച് തൈരും കൂടെ ചേർത്ത് നല്ലൊരു ചട്നി ഉണ്ടാക്കും. ആദ്യം ഈ ഇലയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം, ഇഞ്ചിയുടെ കൂടെ കൊച്ചുള്ളി എല്ലാം കൂടെ വെച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് കട്ട തൈരിലോട്ടിട്ട് ഇളക്കണം. നോർത്ത് ഇന്ത്യൻ്റെയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ഒരു ഭക്ഷണത്തിൻ്റെ കൂടെ എല്ലാം അവർ ചേർക്കുന്നതാണ് പുതിനയുടെ ചട്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിന ചട്നി. അപ്പോൾ നിങ്ങളെല്ലാവരും പുതിനയില വീട്ടിൽ വളർത്തണം. ഇതിൻ്റെ വേര് കൊണ്ടുവന്ന് മണ്ണിനടിയിൽ ചേർത്ത് വെച്ചാൽ ഇത് നല്ലപോലെ കിളിക്കും. ഒന്നും നമ്മൾ ചെയ്യേണ്ട, വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വല്ലപ്പോഴും നല്ലപോലെ കിളിക്കും. നല്ല ഹെൽത്തി ആയിട്ടാണ് ഇതിൻ്റെ ലീവ്സ്. ഗ്യാസിനുമൊക്കെ നല്ലതാണ്. മൂക്കുരുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ്. പുതിനയുടെ ഇല അരച്ച് നല്ലപോലെ പേസ്റ്റാക്കി മോര് ചേർത്ത് കുടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ വീട്ടിൽ കുറേശ്ശെ പുതിനയിലയൊക്കെ വളർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.